അപ്പോൾ ഈ ഒരു വ്ളോഗ് ചെയ്യാൻ കാരണം ഈ ഒരു ചേമ്പിലയാണ് കേട്ടോ. ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നതാണ് ഈ ഒരു ചേമ്പില നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്തിയിട്ട് ഇതിൻ്റെ ആ ഒരു റെസിപ്പിയും കൂടി ചെയ്യണമെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഒരു റെസിപ്പി ഉണ്ട്. അപ്പോൾ ആ ഒരു മിയപ്പദവ് എന്ന് പറയുന്ന അവിടുത്തെ സ്കൂളിലാണ് കേട്ടോ ഇവിടെ ഹസ്ബൻഡും പെങ്ങന്മാരെ മക്കളൊക്കെ ഇങ്ങനെ 10th വരെയൊക്കെ പഠിച്ചത്. അപ്പോൾ ഇതാണ് ആ ഒരു സ്കൂള്. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് റെസിപ്പിയൊന്നുമല്ല കേട്ടോ, ഒരു കുഞ്ഞു വ്ളോഗാണ്. ഞങ്ങളുടെ തറവാടും നാടും ഒക്കെ ആയിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീടാണിത്. അപ്പോൾ മഞ്ചേശ്വരം ഒസങ്കാടി അതിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടായിട്ട് വരും. അപ്പോൾ ഇവിടെയൊക്കെ എന്താ പറയുക, ഒരു സൈഡ് ഇങ്ങനെ ഫുള്ള് കുന്നും മരങ്ങളും പിന്നെ ഒരു സൈഡ് തോട്ടം വയൽ, അപ്പം അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇവിടെ മൊത്തത്തിലൊരു പച്ചപ്പാണ്. പിന്നെ ഇപ്പോൾ മഴയായതുകൊണ്ട് കുറച്ച് എല്ലാം കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ചൊക്കെ കട്ട് ചെയ്ത് മാറ്റാറുണ്ട്. പിന്നെ അവർക്കൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെയൊരു മരങ്ങളും ഇങ്ങനെയൊരു പച്ചപ്പും. അങ്ങനെ മുറിച്ച് മാറ്റാനൊന്നും അങ്ങനെ ഇഷ്ടമല്ല എല്ലാവർക്കും. പിന്നെ അതുപോലെ ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ കാണുന്നത് ആല എന്ന് പറയും. അപ്പോൾ അതിൻ്റെ തൊട്ട് ബാക്കിലായിരുന്നു കേട്ടോ ആദ്യം ഉണ്ടായിരുന്ന, ഉമ്മയൊക്കെ വന്ന സമയത്ത് ഉണ്ടായിരുന്ന വീട്. മുമ്പൊക്കെ ഒരുപാട് പശുക്കളും എരുമ അപ്പം അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പം അതൊന്നുമില്ല. പിന്നെ അതുപോലെ വീടിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഇങ്ങനെ ഫുള്ള് കുന്നും മരങ്ങളും. അപ്പോൾ വീട്ടിലോട്ട് ഇങ്ങനെ തൊട്ട് മുട്ടിയിട്ട് തന്നെ ഇങ്ങനെ കുന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് അങ്ങേറ്റോളം ഉണ്ട്. പിന്നെ കുറച്ച് മുകളിലോട്ട് കയറി പോകുമ്പോൾ ഇങ്ങനെ ഒരു പരന്ന സ്ഥലമാണ്, ഒരു ഗ്രൗണ്ടൊക്കെ പോലെ. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ പോകാറൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട് അവിടെയൊക്കെ പോകുമ്പോൾ. പിന്നെ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ അത്ര സ്ഥലമൊന്നുമില്ല, മുറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് മാറ്റം വരുത്താനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അകത്ത് കാണാം. അപ്പോൾ ഉപ്പ ഇല്ല കേട്ടോ, ഉപ്പ കഴിഞ്ഞ വർഷമാണ് മരിച്ചത്. ഉപ്പ കൂടുതലും ഈ ഒരു ഹാളിലും ആ ഒരു റൂമിലൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ ഉമ്മയും പെങ്ങളും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ആരുമില്ല. പിന്നെ അതുപോലെ അനിയന് കാസർഗോഡാണ്, LBS എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രിൻസിപ്പാളാണ്. പിന്നെ വേറെ 2 പെങ്ങന്മാരുണ്ട്, അവരും ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഇവിടെയുള്ള പെങ്ങളും ഇവിടെ അടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പഴയ വീടാണ് കേട്ടോ, കുറേ വർഷമായി ഇത് പണിതിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള 3 ബെഡ്റൂമും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ അട്ടം എന്ന് പറയും ഞങ്ങളിതിന്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ കുറേ സ്പേസൊക്കെ ഉണ്ട്. നെല്ലൊക്കെ ഇടാറുണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ ഉമ്മയാണ് കേട്ടോ. ഉമ്മയാണെങ്കിൽ ഇവിടെ നിന്ന് എവിടെയും വരുന്നില്ല, ഇവിടെ തന്നെയാണ് ഉമ്മക്ക് ഇഷ്ടം, ഈ നാടും അതൊക്കെ ആയിട്ട്. പിന്നെ കിച്ചണ് കുറേ ഇതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ, കുറേ പ്രാവശ്യം. ഇതിപ്പോൾ റീസെൻ്റ്ലി ചെയ്തതാണ്. ഇപ്പം ആദ്യമൊക്കെ ഞാൻ വന്ന സമയത്ത് താഴെ അടുപ്പ് അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഇവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു ബാത്റൂമിലോട്ട് പോകാൻ. അപ്പോൾ അതൊക്കെ മാറ്റി. അപ്പോൾ ഇനി വീടിൻ്റെ അകത്തും ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തുമായിരിക്കും. അവരെന്തൊക്കെയോ പ്ലാനിങ്ങിലൊക്കെയാണ് ഹസ്ബൻഡും അനിയനൊക്കെ. പക്ഷെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്ലാൻ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ കാര്യമായിട്ടൊന്നും പിന്നെ നാട്ടിലില്ലല്ലോ, അപ്പോൾ അതും ആയിട്ട് അങ്ങനെ നടക്കാറുമില്ല. ഇപ്പോൾ ഈ ഒരു അടുക്കളയിൽ വിറകടുപ്പില്ല കേട്ടോ. ആദ്യം വിറകടുപ്പ് മുകളിലോട്ട് കൗണ്ടർ ടോപ്പും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, വിറകടുപ്പൊക്കെ മുകളിൽ. ഇപ്പോൾ അത് അപ്പുറത്താക്കി. പിന്നെ നമുക്ക് കുറച്ച് പുറത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ നാട്ടിൻ പുറമാകുമ്പോൾ അറിയാമല്ലോ, ഒരുപാട് ഇങ്ങനെ കൃഷി പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ അതുപോലെ ചേമ്പില, ഈ ഒരു ചേമ്പില എനിക്ക് വേണമായിരുന്നു കേട്ടോ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഈ ഒരു ചേമ്പില വെച്ചിട്ട് ഇവിടുത്തെ ഉമ്മ നല്ലൊരു റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട്. ഒരു അപ്പം ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു കറിയൊക്കെ ഉണ്ടാക്കി അതിലോട്ടിട്ട്. അപ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഈ ഒരു ചേമ്പില വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ അതൊന്നും അങ്ങനെയൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ താഴെ തോട്ടത്തിലും ഒരുപാടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊന്ന് പോയിട്ട് വരാം. അപ്പോൾ ഇവിടെ തന്നെ താഴെയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഹസ്ബൻഡിൻ്റെ പെങ്ങളും അനിയൻ്റെ വൈഫൊക്കെ ഉണ്ട്. അവരൊന്നും സംസാരിക്കുന്നില്ല കേട്ടോ, വീഡിയോയിൽ വരും എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ക്യാമറ ഓൺ ചെയ്യുമ്പോൾ തന്നെ അവർ സംസാരമൊക്കെ നിർത്തുന്നുണ്ട്. പിന്നെ ഈ ഒരു റോഡ് ഇവിടെ ഇപ്പം അടുത്തുണ്ടായതാണ് കേട്ടോ. ആദ്യം ഒരു ഇടവഴി പോലെ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തോട്ടം അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ പള്ളിയൊക്കെ ഇവിടെ അടുത്താണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റോഡിൽ തന്നെ കുറച്ചൊന്ന് അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ ആദ്യമൊക്കെ നടന്നിട്ടായിരുന്നു പോയിരുന്നത്, പള്ളിക്കൊക്കെ പോകാറുള്ളത്. ഇപ്പം ഇങ്ങനെ ഇതിൻ്റെ താഴോട്ട് ഇറങ്ങി പോകണം. പിന്നെ ഇവിടെ കുറേ ചേമ്പിലൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ കുറച്ചെടുത്തിട്ട് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നല്ലൊരു റെസിപ്പിയാണത്.
അപ്പോൾ ഈ ഒരു വ്ളോഗ് ചെയ്യാൻ കാരണം ഈ ഒരു ചേമ്പിലയാണ് കേട്ടോ. ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നതാണ് ഈ ഒരു ചേമ്പില നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്തിയിട്ട് ഇതിൻ്റെ ആ ഒരു റെസിപ്പിയും കൂടി ചെയ്യണമെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഒരു റെസിപ്പി. അപ്പോൾ നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്താമല്ലോ എന്ന് വിചാരിച്ചിട്ട്. യൂട്യൂബിലൊന്നും ഇല്ല കേട്ടോ അങ്ങനെയുള്ളതൊന്നും. അപ്പോൾ പിന്നെ ഇതിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ വിചാരിച്ചു മൊത്തത്തിൽ ഇങ്ങനെ കുറച്ച് നാടും വീടും ഒക്കെ ആയിട്ട് ചെറുതായിട്ടൊക്കെ വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ പിന്നെ ഇവിടെ അടുത്തൊക്കെ ഇവിടെ അടുത്തൊക്കെ ഉള്ളതൊക്കെ റിലേറ്റീവ്സാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ തൊട്ടടുത്ത് ഉപ്പാൻ്റെ ഒരു അനിയൻ്റെ വീടുണ്ടായിരുന്നു. അവരിപ്പോൾ കുറച്ച് അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ഇങ്ങനെ മുകളിലോട്ട് സൈഡിൽ മുകളിലോട്ട് പോകണം. പിന്നെ ഈ കാണുന്നതും ഉപ്പാൻ്റെ കസിൻ്റെ വീട്. പിന്നെ അതുപോലെ ഇത് ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് കേട്ടോ പെങ്ങളെ വീട്. അപ്പോൾ അവളിപ്പോൾ ഞങ്ങളെ വീട്ടിൽ തന്നെയാണ്. ഇവിടെ നിൽക്കുന്നത് കുറവാണ്, വല്ലപ്പോഴും മാത്രമേ ഇവിടെ വരാറുള്ളൂ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ അവൾ വീട് കെട്ടിയതാണ്. പിന്നെ അതുപോലെ ഇവിടെ റൈറ്റ് സൈഡ് കാണുന്ന ഉപ്പാൻ്റെ ഒരു അനിയൻ്റെ വീട് ഉണ്ട്. പിന്നെ അതുപോലെ ഒരു കസിൻ്റെ വീടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ ഫുൾ അടുത്തടുത്തെല്ലാം റിലേറ്റീവ്സാണ്. പിന്നെ അതും ലെഫ്റ്റിൽ കാണുന്നത് ഉപ്പാൻ്റെ ഒരു കസിൻ്റെ വീട്. എല്ലാവരും ബന്ധുക്കളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. മുമ്പ് ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ വരാറുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഉപ്പാൻ്റെ ഒരു അനിയൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ വരാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു സമയത്ത് ഇങ്ങനെ വാട്സപ്പും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെയാണ്, റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് കുന്നും മരങ്ങളും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ചിങ്ങനെ ഒരു കയറ്റം പോലെ ഇങ്ങനെ കയറി പോകണം ചെറുതായിട്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ മുകളിലോട്ട് എത്തുമ്പോൾ ഗ്രാമപഞ്ചായത്ത്, അതുപോലെ അംഗനവാടി. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു പെങ്ങളെ വീടുണ്ട് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ. പിന്നെ അതുപോലെ ഉപ്പാൻ്റെ അനിയൻ്റെ വീടൊക്കെ ഇവിടെ അടുത്തൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് താഴോട്ട് ഇറങ്ങണം അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ പെങ്ങളെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ ഓൾറെഡി മക്കളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ മുമ്പൊക്കെ ഇങ്ങനെ ഒരുപാട് നടന്നിട്ടൊക്കെ പോകാറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഒട്ടും നടക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇവർക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു മരങ്ങളും പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവർക്കൊന്നും അങ്ങനെ പടർന്ന് പന്തലിച്ച് വരുന്ന ബിൽഡിങ്ങിൻ്റെ നടുക്ക് താമസിക്കാനൊന്നും തീരെ താല്പര്യമില്ല. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് പെങ്ങളെ വീട്. ഇപ്പോൾ അടുത്ത് കെട്ടിയതാണ്, പണി കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഓൾറെഡി തറവാട് ഈ കാണുന്നത് ഉപ്പാൻ്റെ ഒരു കസിൻ്റെ വീടാണ്. അതിൻ്റെ അപ്പുറത്താണ് പെങ്ങളെ തറവാട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവർ ഇവിടെ ജസ്റ്റ് വീട് കെട്ടിയിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യം അവിടെ നിന്ന് ലെഫ്റ്റിൽ പോകുമ്പോഴാണ് അങ്ങനെ പെങ്ങളെ വീടൊക്കെ കണ്ടത്. ആ ഒരു അംഗനവാടിയൊക്കെ കാണിച്ചില്ലേ. അപ്പോൾ അവിടെ നിന്ന് നേരെ റൈറ്റ് വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കയറി പോകുമ്പോൾ ഇങ്ങനെ ഒരു പരന്നൊരു മൈതാനാണ് കേട്ടോ. ഈ ഒരു റൂട്ടിൽ തന്നെയാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ ഹൈവേക്കൊക്കെ വരാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പരന്നൊരു സ്ഥലമാണ്. ഇങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ. നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു പരന്ന് ഫുള്ളൊരു ഗ്രൗണ്ട് പോലെ ആയിട്ട് ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ മിയപ്പദവ് എന്ന് പറയുന്ന ടൗണ് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു മിയപ്പദവ് എന്ന് പറയുന്ന അവിടുത്തെ സ്കൂളിലാണ് കേട്ടോ ഇവിടെ ഹസ്ബൻഡും പെങ്ങന്മാരെ മക്കളൊക്കെ ഇങ്ങനെ 10th വരെയൊക്കെ പഠിച്ചത്. അപ്പോൾ ഇതാണ് ആ ഒരു സ്കൂള്. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. Thank you.